നമസ്കാരം. ഞാൻ ജ്യോതി സെൻട്രൽ സ്കൂളിലെ സീനിയർ സെക്കൻഡറി അധ്യാപികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് അതർ IT സബ്ജക്ട്സ് പഠിപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുവാണല്ലോ, സീനിയർ സെക്കൻഡറി ആൻഡ് സെക്കൻഡറി റിസൾട്ട് വന്നേക്കുവാണ്. സോ അതിൻ്റെ ഹാപ്പിനെസ് പങ്കുവെക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നമ്മുടെ സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് കുട്ടികൾ. സീനിയർ സെക്കൻഡറിയിലും അതെ, സെക്കൻഡറി ലെവലിലും ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സബ്ജക്റ്റിൻ്റെ വിജയമാണ്. 91 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 45 സ്റ്റുഡൻസിനും സെൻഡം സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ലെവലിൽ എല്ലാ സ്റ്റുഡൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 6th സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 20 സ്റ്റുഡൻസിന് സെൻഡം സ്കോർ ചെയ്യാൻ പറ്റി. ബാക്കിയുള്ള സ്റ്റുഡൻസിനെല്ലാം തന്നെ 90% അബോവ് സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അത് CBSEക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CBSE ഓരോ കാലാനുസൃതമായിട്ട് സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള സിലബസ് ചേഞ്ച് വരുത്തിക്കൊണ്ടും ഇരിക്കുവാണ്. നമ്മുടെ ജ്യോതി സെൻട്രൽ സ്കൂൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈ CBSE ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ സബ്ജക്ട്സിനെ നമ്മുടെ സ്കൂളിലേക്ക് ഓപ്റ്റ് ചെയ്യുകയും കുട്ടികൾക്കെല്ലാം അത് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാറുമുണ്ട്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സബ്ജക്റ്റ് CBSE ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4 years ബിഫോർ ആണ്. ആ വർഷം തന്നെ നമ്മുടെ സ്കൂളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ആവശ്യമായ ട്രെയിനിങ് എടുക്കുകയും CBSE തന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിരുന്നു. IBM, Intel പോലുള്ള കമ്പനി വഴി കൊളാബറേറ്റ് ചെയ്തിട്ട് CBSE പ്രൊവൈഡ് ചെയ്ത ട്രെയിനിങ്സ് എല്ലാം ടീച്ചേഴ്സും കുട്ടികളും ബൂട്ട് ക്യാമ്പ്സ് കുട്ടികളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിരുന്നു. മാത്രവുമല്ല, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സബ്ജക്റ്റ് ഒരു സ്കിൽ സബ്ജക്റ്റ് ആണല്ലോ. അത് 50% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആൻഡ് 50% തിയറി ഓറിയൻറ്റഡ് ആണ്. ആ 50% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ അത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് പഠിക്കുകയും ചെയ്യുന്നത്. കുട്ടികൾ പ്രൊജക്ട്സ് എല്ലാം ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ റിസർച്ച് ഫീൽഡിലിരിക്കുന്ന AI ടോപ്പിക്സ് എല്ലാം തന്നെ കുട്ടികൾ അതിൻ്റെ ചെറിയ ഭാഗം എടുത്ത് പ്രൊജക്റ്റായിട്ട് ചെയ്യുകയും CBSE പാറ്റൻറ്റ് ഉൾപ്പെടെ ഉള്ളത് പ്രൊവൈഡ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. നമ്മൾ ആ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പേറ്റൻറ്റ് കുട്ടികൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, ചാറ്റ് ബോട്ട്സ് അതുപോലുള്ള പ്രൊജക്ട്സുകളെല്ലാം കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതിന് പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 years ബിഫോർ ആണ് CBSE AI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് CBSE സ്കൂൾസിൽ. ആ ടൈമിൽ ഒരു ചാലഞ്ച് ആയിരുന്നു. കാരണം ടീച്ചേഴ്സിന് തന്നെ ട്രെയിനിങ് ഒന്നും അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ സ്കൂളാണ്, ജ്യോതി സെൻട്രൽ സ്കൂളാണ് ഫസ്റ്റ് ടൈമായിട്ട് CBSE ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ വർഷം തന്നെ സ്കൂളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്റ്റ് ചെയ്തത്. CBSE ആ ടൈമിൽ നമ്മൾക്ക് ആമ്പിൾ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് തന്നെ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ബാക്കി സ്കൂൾസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഞങ്ങൾ 4 years ബിഫോർ തുടങ്ങിയപ്പോൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൂസ് ചെയ്യുകയും കുട്ടികൾ തന്നെ പാസ് ഔട്ടായി പോയ സ്റ്റുഡൻസ് തന്നെ നമ്മൾക്ക് ഫീഡ്ബാക്ക് തരുകയും ഇപ്പോൾ റിസർച്ച് ഫീൽഡ് ഏതൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾക്ക് തരുകയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഓരോ ബാച്ച് കഴിയും തോറും നമ്മൾക്ക് അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട്. പോയ കുട്ടികളിൽ നിന്ന് തന്നെ അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ AI ഫീൽഡ് വളരെ വാസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് കുട്ടികളിൽ മാക്സിമം ആ ഫീൽഡിലേക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്.